നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമ്പിലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു CPM നേതാവ് രംഗത്ത് വരുന്നത്. ഏതായാലും CPM നേതാവ് പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പക്ഷേ ഇപ്പോഴും ഇവിടെ തെളിവുകൾ എവിടെ, ആരാണ് ഈ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ രംഗത്ത് വരികയാണ്. സ്വാഭാവികം, കാരണം തെളിവുമില്ല, പരാതിയില്ല. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലും കണ്ടത്. ഏതായാലും ഇന്ന് കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട്, നേരത്തെയൊക്കെ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആളുകൾക്ക് ഇത് മടുത്തു, ഇത്തരത്തിലുള്ള കഥകൾ കേട്ട് മടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇപ്പൊ ഇതിനൊക്കെ ഒരു പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ചേച്ചി? കൃഷ്ണേന്ത് പറഞ്ഞല്ലോ പുല്ല് വിലയാണ്. പിന്നെ നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവ കുറച്ച് ദിവസമായിട്ട് കമന്റുകളൊക്കെ ഞാനും കാണാറുണ്ട്. അപ്പം അതിനകത്ത് ചോദിക്കും, ചേച്ചി ഈ ചർച്ച വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വിട്ടുപിടിക്കാം. ഇങ്ങനെ നിരവധി കമന്റുകൾ പക്ഷെ നമ്മൾ കൂടുതൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം കുറേ നല്ല കമന്റുകൾ വരാറുണ്ട്. കാരണം നിങ്ങൾ മാത്രം, നിങ്ങളൊരു സ്ത്രീകളായിട്ട് പോലും നിങ്ങൾ രാഹുലിനും ഷാഫി ഇത്തരത്തിലുള്ള ഇങ്ങനെ വ്യാജ പരാതികളെയൊക്കെ കുറിച്ച് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെങ്കിലും സംസാരിക്കാനുണ്ടല്ലോ എന്നുള്ളത്. ശരിക്കും എനിക്കിതിൽ പറയാനുള്ള ഒരു പുരുഷ കമ്മീഷൻ തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. VD സതീശനാണ് ആ കമ്മീഷൻ പാസ്സാക്കാത്തത് കൊണ്ട്. പക്ഷേ ഇത് VD സതീശന്റെ കൈകളിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷ കമ്മീഷൻ പാസ്സാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോ. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ പരാതി വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇന്ന് ശ്രീജിത്ത് പണിക്കർ അറിയാലോ, സ്വാഭാവികമായിട്ട് ശ്രീജിത്ത് പണിക്കറെ സംഖ്യ എന്നൊക്കെയാണ് വിളിക്കുന്നത്. BJP-യുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്നൊക്കെ പറയുമ്പോഴും നിരീക്ഷക വട്ടങ്ങൾ അദ്ദേഹത്തിനെതിരെ ചാർത്തുമ്പോഴും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ചില ഒരു രാഷ്ട്രീയ പരാമർശങ്ങൾ ഒരു സൈഡ് നടത്താറുണ്ട്. ഒരു പക്ഷേ കൃത്യതയോടെ വ്യക്തതയോടെ കൂടി തന്നെയാണ് നടത്തുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിബേറ്റർ കൂടിയാണ് ശ്രീജിത്ത് പണിക്കർ, ഞാനും കേൾക്കാറുണ്ട്. അപ്പൊ ശ്രീജിത്ത് പണിക്കർ പോലും ഇന്നലെ സഖിയിട്ടിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇത് ഇന്നലെ സുരേഷ് ബാബു ഇട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ എവിടെയാണ് മാഷേ തെളിവ്, എവിടെയാണ് തെളിവ്? അപ്പം ഒരു പക്ഷേ ഈ പറയുന്ന CPM-ലെ നേതാക്കൾ പോലും ചോദിക്കും, സുരേഷ് ബാബു എൻ്റെ പൊന്നു സഹോദര, എവിടെ കണ്ടിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞത്? എവിടെ തെളിവ്? തെളിവല്ലേ ഹാജരാക്കണം. ഇത് ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും. അപ്പം ഇന്ന് ഇപ്പോൾ സുരേഷ് ബാബു തന്നെ വെട്ടിലായിരിക്കുകയാണ്. കാരണം CPM-ലെ നേതാക്കൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. ഞങ്ങൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ തെളിവുകളാണോ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തെളിവുകളുണ്ടെങ്കിൽ വിടട്ടെ എന്നുള്ള രീതി ഒഴിഞ്ഞു മാറുന്ന രംഗമാണ് കാണുന്നത്. എന്നിട്ട് സുരേഷ് ബാബു അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞത് അത് ഈ സഖാക്കന്മാരുടെ പൊതു ഒരു സ്വഭാവമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന ഞങ്ങളുടെ നിലപാടുകൾ മാറ്റില്ല എന്നുള്ളത്. ഇപ്പം അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെയൊക്കെ നിലപാട് മാറ്റി ആകെപ്പാടെ ചീഞ്ഞ് നാറത്തില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ഇത്, ഞാൻ SFIയുടെ കാലഘട്ടം മുതലുണ്ട്, അതുകൊണ്ട് എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇതാക്കുക. ഇങ്ങനെ പറയുന്ന സഖാക്കന്മാർക്ക് ഇതിൽ നിന്നൊക്കെ ഇച്ചിരി പിൻവലിച്ച പ്രയാസം. അവരല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പം നമ്മുടെ ആരോഗ്യ രംഗത്തെ വിഷയമാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തെ വിഷയമാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായിട്ട് തെറ്റ് സംഭവിച്ചു എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഗോള അയ്യപ്പ സംഗമം തന്നെ നടത്തിയിട്ട് അതിനെ ഇങ്ങനെ ഇന്ന് ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന കൂടി ഞാൻ കേട്ട്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഇതല്ല അന്ന് പറഞ്ഞത്. ഗണപതി മിത്ത്, അയ്യപ്പന്റെ ചില ഇത് ഇത്രത്തോളം വിശ്വാസികളുടെ നെഞ്ചത്ത് കുത്തിയ വ്യക്തിയാണ് ഇപ്പം പറയുന്നത്. അപ്പം ഇവരുടെ നിലപാടുകളൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഇവർ തെറ്റ് പറ്റിയെന്ന് മാത്രം അവർ ഇത് ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിലപാടുകൾ മാറ്റുമെന്ന്. ഞങ്ങൾ നിലപാട് അതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ചേർന്നതാണോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചു. അപ്പോൾ ഇവർ നിലപാടുകൾ മാറ്റും, പക്ഷെ ഇവർക്ക് തെറ്റ് സംഭവിച്ചാൽ ഇവർ തിരുത്താൻ തയ്യാറല്ല. അത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ്. കാരണം പറഞ്ഞു പോയില്ലേ. അപ്പോൾ ഇപ്പോൾ സുരേഷ് ബാബു ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം ഷാഫിയുടെ ഏതോ ഒരു സാരിത്തുമ്പൂവിൻ്റെ എന്തോ വാലോ പിടിയോ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് ഇദ്ദേഹം വെച്ച് കാച്ചത്. അത് രാഹുലിൻ്റെ വിഷയം വന്നപ്പോഴേ അത് ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നോണം അതിലൊന്നും വലിയ കട്ടായമില്ല. കാരണം ഇപ്പം രാഹുലിൻ്റെ കാര്യത്തിൽ പോലും ഈ ഒരാളല്ലല്ലോ, എത്ര പേരാണ് വളഞ്ഞിട്ട്, എത്ര സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് വന്നത്. എന്നിട്ടും ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഇത് നിങ്ങളുടെ പതനമാണ്, CPM-ന്റെ പതനമാണ്. ഈ പെൺ വിഷയം ജനങ്ങൾക്ക് ഇനി കേൾക്കണം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ജനങ്ങൾ അത് വിലയിരുത്തി അത് വെച്ച് പൂട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ പെൺവിഷയം വരുമ്പം
ഇപ്പം റിനി പരാതിപ്പെടുന്നു, അവന്തിക പരാതിപ്പെടുന്നു, ഹണി പരാതിപ്പെടുന്നു, മറ്റു ഓഡിയോ ക്ലിപ്പുകൾ, ശൂന്യതയിലുള്ള പല ഓഡിയോ ക്ലിപ്പുകൾ വരുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നീതി കിട്ടേണ്ടുന്ന നിരവധി സ്ത്രീകളുണ്ട്, അവർക്ക് നീതി കിട്ടാതെ പോകുന്നു. ഇനി നാളെ ഒരു സമയത്തും ഒരു രാഷ്ട്രീയ പ്രമുഖൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ശരിക്കും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു റേപ്പ് ചെയ്യൂ, പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്രൂരമായി, അല്ലെങ്കിൽ അവരുടെ ഫാമിലി തന്നെ ഒരു ഭാര്യയ്ക്കെതിരെ, ഇപ്പം ഗണേഷ് കുമാറിൻ്റെയൊക്കെ ഭാര്യ രംഗത്തെത്തി, അപ്പം ഇത്തരത്തിൽ മുകേഷിൻ്റെ ഭാര്യ ഒക്കെ രംഗത്ത്, അപ്പം ഇങ്ങനെയുള്ളവർക്ക് പോലും നീതി കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു സ്ത്രീ പീഡനം ഇവരിൽ നിന്നൊക്കെ അനുഭവിക്കുമ്പോൾ നീതി കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഈ പീഡനം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്ത് കൈകടത്തുക, അവളെ മാനസികമായി പീഡിപ്പിക്കുക, ഇതാണ് പീഡനം എന്ന് പറയുന്നത്. റേപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊക്കെ സിനിമകളിൽ കണ്ടിട്ടില്ലേ പണ്ടത്തെയൊക്കെ, പക്ഷെ അന്നത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു മുറി, ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരിടത്ത് വ്യവസായി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടി നിലവിളിച്ച് ഓടി ഒരു രംഗം. അപ്പം ഇതാണ് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ലാണ്ട് അവളുടെ ദേഹത്ത് കൈവെക്കുന്നതാണ് പീഡനം എന്ന് പറയുന്നത്. അല്ലാതെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം പോയി പ്രണയത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാത്ത ഇപ്പം രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം അതെന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ പോയി രണ്ടുപേരും ആ ഇഷ്ടപ്രകാരം ഒരു ഇത് പങ്കിട്ടതിന് ശേഷം അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൽ പീഡനം? ഇതാണ് പുരുഷ കമ്മീഷനിലെ രാഹുൽ ഈശ്വർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. പിന്നെ ശരിയാണ്, വഞ്ചിച്ചു എന്നുള്ളത്, കാരണം അത് ഇന്നത്തെ കാലത്ത് ഒരു കുറ്റമാണ്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, നീ എൻ്റെ സ്വന്തമാണ്, പ്രണയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ വശമതയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവളുടെ ശാരീരികമായി ചൂഷണം ചെയ്യുന്ന അതൊരു വഞ്ചനാ കുറ്റമാണ്. അത് വഞ്ചനാ കുറ്റം, അവിടെ പീഡനമല്ല വരുന്നത്, ചീറ്റിംഗ് ആണ് വരുന്നത്. അത് തെറ്റ്. അത് മനസാക്ഷിയുടെ മുമ്പിൽ പോലും രാഹുൽ ചെയ്തിട്ടുണ്ട്, ഈ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് അവരുടെ ബന്ധം എന്താണെന്നുള്ള നമുക്കറിയാം, സ്വകാര്യതയിലുള്ള ബന്ധം എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ അല്ലാതെ ഇവിടെ ഒരിക്കലും ഒരു പീഡനം ഉണ്ടാവുന്നില്ല. ഇപ്പം റിനി പറയുന്ന 3.5 വർഷമായിട്ട് ഞാനും രാഹുലും തമ്മിൽ സൗഹൃദമാണ്, പക്ഷേ പലപ്പോഴും ലൈംഗിക ഭാഷ പലപ്പോഴും ഈ 3.5 വർഷം ഇപ്പോഴും തുടരുന്നു. ഈ 3 വേടൊന്നും എടുത്തു നോക്കി, എന്തിതുണ്ട് അതിനകത്ത്? എന്ത് ശരിയായിട്ടുള്ളൊരു നീതിയുണ്ട് ആ പെൺകുട്ടിയുടെ ഭാഗത്ത്? ഒരു നീതിയുമില്ല അവിടെ. അവിടെയാണ് ജനം പറയുന്നത്, ഇത് ഉമ്മൻചാണ്ടിയുടെ നേർക്കു എയ്ത അമ്പിൻ്റെ മറ്റൊരു ശരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്, ഒപ്പം ഷാഫി പറമ്പിലിനും. ഇത് ഏതോ സാരി തുമ്പ് എന്തോ കിട്ടിക്കാണുമായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു പോയത് ഇനി മാറ്റി പറയാൻ സഖാവിന് കഴിയുന്നില്ല. അതിൻ്റെ വാലെ തുമ്പിയാണ് സഖാവ് അങ്ങ് പൊട്ടിച്ചങ്ങ് വിട്ടത്. അങ്ങ് പൊട്ടും, സഖാവ് കുറച്ചങ്ങ് കയറി പോകുമെന്ന് കരുതി. പക്ഷേ എയറിലല്ല കയറിയ ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു കൂട്ടി AKG സെൻറ്ററിലോട്ട് വലിച്ചിട്ടെന്ന് തന്നെ പറയാം. കാരണം ഗോവിന്ദ മാഷിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് ഇപ്പം സംഗതി. ഗോവിന്ദ മാഷ് ഇപ്പം വിച്ച് കീറിക്കൊണ്ടിരിക്കുക. എന്തിനാടാ തെരഞ്ഞെടുപ്പ് വരുന്നു? ഒരു രാഹുലിൻ്റെ വിഷയത്തിൽ തന്നെ പാലക്കാട്ടെ വോട്ട് മൊത്തം ഇപ്പം പോയി. ഇനി CPM പാലക്കാടോട് കയറണ്ട. അത് മാത്രമല്ല, കേരളത്തിൽ മിക്ക പ്രദേശങ്ങളും CPM ഉള്ള ഡിമാൻഡ് പോയി. ഇനി അടുത്ത ഷാഫി നമുക്കറിയാം, പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അടുത്തത് ആരാന്നറിയില്ല. ഇനിയിപ്പോ കൂട്ടത്തിലുള്ള കുറെ പേരുണ്ടല്ലോ. അല്ല, അതും പറഞ്ഞിട്ടുണ്ട്. അത് ഈ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളുടെയും പേര്, ഇനി ആരുടെയൊക്കെ പേര് വരുമോ എന്തോ. എന്തായാലും VD സതീശൻ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ചെയ്ത ആദ്യത്തെ പണി ഇത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇത് നോക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ പരാതിക്കാരി ഒന്ന് കാണട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കൃത്യമായി ഇതെടുക്കുക. അതിനൊരു ഇത് 5 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഒരു പ്രസ്ഥാനം നടത്തുന്നു. അതിന് മറുപടിയായിട്ട് അതിനെ മറികടന്നുകൊണ്ട് VD സതീശൻ ഒരു അമിട്ടങ്ങ് പൊട്ടിക്കുന്നു എന്ന് വെച്ചാൽ ചന്നം. പിന്നെ യൂത്ത് കോൺഗ്രസിലെ കുറേ വണ്ടി. ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, ഒരാളുടെ പേരിൽ ഒരു ആരോപണം വരുന്നു, ആ വ്യക്തിയുടെ പേര് പോലും റിനി പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. പറയാതിരിക്കുന്നിടത്തോളം കാലം അഥവാ രാഹുലിൻ്റെ പേരിലാണ് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നേതൃത്വം വിളിച്ചു കൂട്ടുക. ഇത് 2 പേരെയും വിളിച്ചു ചേർക്കുക. എന്തൊക്കെ തെളിവുകളാണ്? കൃത്യത വരുത്തണം. നിങ്ങൾ പരാതിയുമായി മുമ്പോട്ട് പോകാൻ തയ്യാറാണോ എങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം നിങ്ങളുടെ സ്ത്രീപക്ഷത്തുണ്ട്. ആ പരാതിയിൽ ഒരു കൃത്യത വേണം. ഇത് 2 പേരും കൂടെ ചാറ്റ് ചെയ്തിട്ട് അവസാനം 2 കൂടെ തമ്മിൽ സ്വരക്കേട് ഉണ്ടായിട്ട് ഒരാളുടെ പേരിലോട്ട് ചാറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന സഖാവിന് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞ ആ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടായ ഒരു അക്ഷരം മാധ്യമങ്ങളും ചോദിക്കുന്നു. അല്ല, എനിക്ക് തോന്നുന്നു DYFI നേതാവിന്റെ, അതായത് കൽപ്പറ്റയിലുണ്ടായ സംഭവം, അത് ഒരു പക്ഷെ പ്രേക്ഷകരോട് വീണ്ടും ഞാൻ എടുത്തു. കൽപ്പറ്റയിൽ മെനങ്ങാന്ന് ഒരു സംഭവം ഉണ്ടായി. ഈ ഒരു DYFI നേതാവിന്റെ സുഹൃത്തിന്റെ ഭാര്യയെ
ആ ഭാര്യയുടെ ആ സ്ത്രീയുടെ അനുവാദമില്ലാണ്ട് ആ വീട്ടിൽ പോയി ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു കേസ് FIR വരെ ഇട്ട് പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അതിന് ഒന്ന് ബദലാക്കി മറികടക്കാൻ വേണ്ടി സുരേഷ് ബാബു ഇട്ടുകൊടുത്ത പണിയാണോ എന്നുള്ളതും അറിയില്ല. കാരണം ഷാഫി ആകുമ്പോൾ ഷാഫിയുടെ നേരെ അങ്ങ് തിരിയുമല്ലോ മാധ്യമങ്ങൾ. ഇതറിയത്തില്ല. ഇതൊരു ലോക്കൽ നേതാവ് അല്ലെ ലോക്കൽ നേതാവിന്റെ ഏതോ ഒരു സാധു സ്ത്രീ, ആ സ്ത്രീ സ്വന്തം ഭർത്താവാണ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവനെയൊക്കെയാണ് വേണം. സ്ത്രീപക്ഷം എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ KJ ഷൈൻ ടീച്ചറിന് കൊടുത്ത അതേ നീതി ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകൾ ഇന്ന് സമൂഹത്തുണ്ട്, അവർക്കും കൊടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇന്നൊരു സെൽഫി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ എത്രമാത്രം നിങ്ങളുടെ ഗ്രൂപ്പിൽ CPM-ന്റെ ഗ്രൂപ്പിൽ തേജോവധം ചെയ്തെന്ന് അറിയാമോ? ആ സ്ത്രീക്ക് എന്താ? അവർക്ക് നീതി വേണ്ടേ? അവർക്ക് നീതി വേണ്ടേ? ഇത്തരത്തിലുള്ള എത്ര പേരുടെ വിഷയങ്ങൾ ചേർത്ത് എത്ര സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട്. അപ്പൊ KJ ഷൈൻ ടീച്ചറിന് കൊടുത്ത നീതി, ന്യായം അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതി എന്തുകൊണ്ട് മറ്റുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല? ഈ ലോക്കൽ നേതാവ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ സാധാ ഒരു വീട്ടമ്മയാണ്, ഒരു അമ്മയാണ്, ഒരു കുട്ടികളുടെ അമ്മയാണ്, ഒരു ഭാര്യയാണ്. അപ്പോൾ സ്വന്തം ഭർത്താവിനെയും എതിരെയും ഇതേപോലെ ഈ ലോക്കൽ നേതാവിനെതിരെയും കൊടുത്തതിന്റെ ആ കേസ് ഇനി മുന്നോട്ട് പോകുമെന്ന് പോലും അറിയത്തില്ല. അത്തരത്തിൽ കാരണം ആരും അത് ഒറ്റ മാധ്യമങ്ങൾ ഈ സാറ്റലൈറ്റ് ചാനലുകൾ എടുത്ത് ചർച്ച ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുക. യഥാർത്ഥ നീതിക്ക് വേണ്ടി നിങ്ങൾ പോരാടുക. അല്ലാതെ ഈ വലിയ നേതാക്കന്മാരുടെ കുറെ ആരെങ്കിലുമൊക്കെ നടന്ന് ബാംഗ്ലൂരിലേക്ക് വിളിച്ചു, അത് മാത്രം അല്ല. ഞാനൊന്ന് ചോദിച്ചു, ഈ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു, ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് ഈ പെണ്ണിനെ ഇത് ചെയ്തു കൊടുക്കാൻ എന്തോ ഷാഫി അത്രയ്ക്ക് തരം താഴ്ന്ന അദ്ദേഹം ഒരു MP ആണ്. ആ ഒരു ഇതുപോലും വില പോലും കൊടുക്കാതെ നിങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ സുരേഷ് ബാബു ചെയ്യേണ്ടത് ഇതാണ്ടേ ചാറ്റിങ്. റിനി ചെയ്തോ? ആരും ചെയ്തിട്ടില്ല. അതാണ്ട് ചാറ്റിങ് താണ്ടേ എന്നെ അതാണ്ട് ഇന്ന വ്യക്തിയായിട്ട് ആ പരാതിക്കാരിയും കൂടെ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയണം, ആ പരാതിക്കാരിയാണ് പറയേണ്ടത്. ദാണ്ട എന്നെ ഇങ്ങനെ ഷാഫി പറമ്പിൽ വിളിച്ചു, ബാംഗ്ലൂർ മോശമായിട്ട് എന്നോട് സംസാരിച്ച്, ഇതാണ് ചാറ്റ്, ഇന്ന ദിവസം കാണിച്ചത്, നിങ്ങൾ നോക്കൂ. അദ്ദേഹം ഇത്തരം വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ എടുത്തിട്ട് സുരേഷ് ബാബു എന്ത് ചെയ്യണം? ആ പെൺകുട്ടി പരാതിക്കാരിയും കൂടെ നിർത്തി വേണം സംസാരിക്കാൻ. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഷാഫി പല സ്ത്രീകളെയും ബാംഗ്ലൂർ വിളിക്കുന്നെന്ന്, എന്നിട്ട് ഇപ്പൊ പറയും ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഇപ്പൊ പറയുന്നേ ആ ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഷാഫി അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിച്ചില്ല, ഞാനും പരാമർശിക്കുന്നില്ല, അപ്പം കാണുമായിരിക്കും. കൂടുതൽ വിളച്ചിലെടുത്താൽ ഞാൻ പലതും വിടും. എടാ എന്താ പറയണ്ട, വിട് അങ്ങ് എന്ന് ഷാഫി ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വിട്ട് എന്താന്ന് വെച്ചാൽ ഞാനും അറിയട്ടെ. ഷാഫി ഇപ്പം ചിന്തിക്കും എന്തായിരിക്കും ഇവര് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ ജനങ്ങളെല്ലാം വിചാരിക്കും ഇനി അടുത്തത് ഏതാ. ഇപ്പൊ രാഹുലിന്റെ വിഷയത്തിൽ ഇപ്പൊ റിനിയോ അവന്തിക്കോ ഹണിയോ ഒന്നും ഒരു വിഷയമല്ല. അവർക്കുള്ള ചാറ്റ് ഒന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ ഉള്ളത് ആ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഇത് ഏത് പെൺകുട്ടിയാണെന്ന് പോലും ഇപ്പോഴും ജനത്തിന് അറിയില്ല. പുകമറയിൽ നിൽക്കുന്ന ഏതോ ഒരു അപ്സര സുന്ദരി എന്നൊക്കെ അല്ല ചിന്തിക്കുമല്ലോ. ഒരു സുന്ദരിയായ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് രാഹുൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഇത്തരത്തിൽ ഇതാണ് ഏത് ഇനി സിനിമാ നടിയാണോ അല്ലെങ്കിൽ മറ്റെന്താ ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് എന്നുള്ളൊരു ചിന്തയിലൂടെയൊക്കെ ആയിരിക്കും ജനം കടന്നു പോകുന്നത്. അപ്പോൾ ഇത് പരാതിക്കാരിയായിട്ട് നിങ്ങൾ ഒരു കാര്യം CPM നേതാക്കൾ ഇനി ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളെ ഇത്തരത്തിൽ സാരിത്തുമ്പിൽ കെട്ടാനാണ് അല്ലെങ്കിൽ സാരിത്തുമ്പിൽ വലിച്ചിട്ട് ഈ പറഞ്ഞതുപോലുള്ള അധിക്ഷേപിക്കാനാണ് നിങ്ങൾ ഇനി തയ്യാറെടുക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് പരാതിക്കാരിയാണോ അവർക്ക് പരാതി കൊടുക്കാൻ താല്പര്യമുണ്ടോ ആദ്യം പരാതി സമർപ്പിക്കുക, എന്നിട്ട് FIR ഇട്ട് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടുക. ദാണ്ടെ ഇന്ന് ഞങ്ങൾ കൊടുത്തു, FIR ഇട്ടു, ദാണ്ടെ തെളിവുകൾ ഇന്ന കാര്യങ്ങളാണ്, ഇന്നതുപോലെ ചെയ്തിട്ടുണ്ട്, കൃത്യമായ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് പറയുക. അവിടെ ഒരു സത്യം നേരും ഉണ്ടായിരിക്കും. ഇത് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ വിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറേ ചാറ്റുകളും എടുത്തിട്ട് കുറേ ഓഡിയോ ക്ലിപ്പുകളും ഇതിനകത്ത് പരാതിക്കാർ പോലും ഇല്ല. ഈ പരാതിക്കാർ എന്തുകൊണ്ട് വരുന്നില്ല? ഇവരെയൊക്കെ ഈ ഷാഫിയും രാഹുലിനെയൊക്കെ ഇത്രയും മ്ലേച്ഛമായിട്ട് ആക്ഷേപിക്കാൻ തക്ക രീതിയിൽ പരാതിക്കാരികൾ എന്തുകൊണ്ട് വരുന്നത്? അവരവരുടെ മുഖം സംരക്ഷിക്കുന്ന എന്തുകൊണ്ടാണ് സംരക്ഷിക്കുക? അങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുന്നിൽ വരിക. അല്ലാതെ ഇത്തരത്തിൽ ഒരു MP അല്ലെങ്കിൽ ഒരു MLA ഒക്കെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കേരള സംസ്ഥാനം എന്താ പറയുക തരം താന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിപ്പോൾ സുരേഷ് ബാബുവിനെ അനുകൂലിച്ച് ഒറ്റ CPM പ്രവർത്തകർ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം CPM-ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഈ ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അമ്പയും തോറും ഇവർക്ക് അനുയായികളും അനുഭാവികളും ആരാധകരും കൂടി വരുവാണ്.
ഇവിടെ ഡൗണായി വരുന്ന ആരാണ്? സരണിന്റെ ഭാര്യയ്ക്ക് നേരെയും സരണിനെതിരെയും എഴുതിയ അമ്പുകൾ അവർ എന്തുമാത്രം എതിർത്തു അതിനെ, അല്ലേ? അപ്പൊ ഇത്തരത്തില് അവരുടെ പാർട്ടി പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കർക്കശമായിട്ട് എതിരും. എതിർ പാർട്ടിയിൽ അത് വേറെ എന്തോ, ഇത് വേറെ ഗർഭം, അത് നല്ല ഗർഭം, ഇത് ചീത്ത ഗർഭം, അതെന്തിനാണ് അങ്ങനത്തെ ഇത്? അപ്പോൾ ഇതെന്തായാലും ഇനിയിപ്പോൾ ഷാഫി പറമ്പിലിന് വേണ്ടിയിട്ട് ഇത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഷാഫി എന്തുകൊണ്ട് അതിന് ഷാഫി കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. സുരേഷ് ബാബുവിൻ്റെ ഭാഷയിൽ പ്രതികരിക്കാൻ ഷാഫി അത്രയും തരം തന്നിട്ടില്ല. ഷാഫി കൃത്യമായിട്ടാണ് പ്രതിഷേധിച്ച. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ CPM പാർട്ടിക്ക് സ്ഥിരമുള്ള ഇതാണ്, ഇത്തരത്തിലുള്ള ഇത് വെച്ചാണ് അധിക്ഷേപമാണ്, ആരോപണമല്ല അധിക്ഷേപമാണ് ഉയർത്തിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം ഓൺ ദ സ്പോട്ട്, എനിക്കൊന്നും 1 മണിക്കൂർ പോലും ആയില്ല, അതിന് മുമ്പേ ഷാഫി വാർത്താ സമ്മേളനം വിളിച്ച് അത് കൃത്യമായി ബോധിപ്പിച്ചു. പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ലേ, ഞാൻ ഒരാളെയും ബാംഗ്ലൂർ വിളിച്ചിട്ട് എന്ന് ഷാഫി കടന്ന് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു MP ആണ്. MPയുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് കൃത്യമായി വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം അത് പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്ന് പലരും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പല കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ തന്നെ പ്രതിഷേധം ഉയർത്തി. ഇതിൽ കൂടുതൽ ഇനി കോൺഗ്രസ്സുകാർക്ക് ചെയ്യാനില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇവിടുന്നുള്ള ഈ ചില റിപ്പോർട്ടർ ചാനലൊക്കെ എടുത്തിട്ട ലിങ്ക് പോലെ ദൈവത്തെ ഓർത്ത് ഇനി ഇടരുത്. കാരണം അത് കണ്ട് ആൾക്കാർ മടുത്ത്. ഇനി ഉണ്ടെങ്കിൽ പരാതിക്കാരിയെ കൊണ്ടുവരിക, പരാതിക്കാരിയെ കൊണ്ടുവന്നുകൊണ്ട് അവർ പറയിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ അംഗീകരിക്കാം, പോരെ? അത് മതി.